ചക്ക സീസൺ ആരംഭിച്ചതോടെ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വനപാലകർ വ്യക്തമാക്കി. ഇഷ്ടഭക്ഷണമായ ചക്ക തേടി ഇവ കിലോമീറ്ററുകളോളം സഞ്ചരിക്കും. കഴിഞ്ഞ ദിവസം മാലിപ്പാറയിൽ കൊമ്പന്മാർ എത്തിയ സാഹചര്യത്തിലാണ് വനപാലകർ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നത്. പിണ്ടിമന പഞ്ചായത്തിലെ മാലിപ്പാറയിൽ കഴിഞ്ഞ ദിവസം കാട്ടുകൊമ്പന്മാർ എത്തിയിരുന്നു. മാലിപ്പാറ സെന്റ് മേരീസ് കർമ്മലീത്ത മഠത്തിലും സമീപത്തുള്ള കൃഷിഫാമിലും എത്തിയ ആനകൾ ഗേറ്റുകൾ ഉൾപ്പെടെ തകർത്താണ് മടങ്ങിയത്. ഈ ഭാഗത്ത് ആദ്യമായാണ് ആനകൾ ഇറങ്ങുന്നത്. ആന്റണി ജോൺ MLAയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ആനശല്യമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചു. പ്ലാവുകളിൽ ചക്ക നിറഞ്ഞു തുടങ്ങിയതോടെ കോട്ടപ്പാറ പ്ലാന്റേഷനിലെ ആനകൾ ചക്ക തിന്നാൻ നാട്ടിലേക്കിറങ്ങുന്നത് വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇക്കാര്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു തവണ പ്ലാവ് ശ്രദ്ധയിൽപ്പെട്ടാൽ വീണ്ടും വീണ്ടും ആനകൾ അവിടേക്ക് എത്തും. രാത്രിയിൽ വീടിന് പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നാണ് പൊതുജനങ്ങൾക്കുള്ള ഉപദേശം. മാലിപ്പാറയിലേക്കുള്ള വഴി കണ്ടെത്തിയ ആനകൾ ഇനിയും എത്താനാണ് സാധ്യത. ആനയിറങ്ങിയാൽ ഉടൻ RRTയെ വിവരമറിയിക്കണം. സാധാരണ നമ്മുടെ ഒരു RRT ടീം രാത്രി ഫുള്ള് നമ്മുടെ പിന്നെ അത് നമ്മൾ ഷെയർ ചെയ്യാലോ. ഈ വാവലിയിൽ ആ ടീം ഫുൾ ടൈം ഉണ്ട്. കോട്ടപ്പാറ പ്ലാന്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഭീതി വിതയ്ക്കുന്ന മുറിവാലൻ കൊമ്പനാണ് മാലിപ്പാറയിലെത്തിയ ജോഡികളിലൊന്ന്. മുറിവാലൻ കൊമ്പനെ പ്ലാന്റേഷനിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയരുന്നുണ്ട്. ഇക്കാര്യം വനം വകുപ്പിന്റെ പരിഗണനയിലുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ ഈ നടപടി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലും വനപാലകർക്കുണ്ട്. പറയുന്നത് ഈ മുറിവാലിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേറെ വിധം ഇതേ സ്വഭാവമുള്ളവനായിട്ട് ലീഡറായിട്ട് വരുമ്പോൾ പക്ഷെ അതോടൊപ്പം നമ്മളൊന്ന് ഓടിക്കുന്നത് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ എണ്ണത്തിന് മുകളില് ഈ ഏരിയയിലുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞ ഈ ഓടിക്കല് ശാസ്ത്രം അവിടുന്ന് ഇവിടുന്നൊക്കെ വരുമ്പോ ഇവൻ വീണ്ടും പാനിക്കാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോ ഒരു ഞങ്ങൾ വാവേലിയിൽ അങ്ങ് തടഞ്ഞു. വാവേലിയില് ഇതിനെ തടഞ്ഞു കഴിഞ്ഞപ്പം ഇത് വേറൊരു രീതിയിലേക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞിട്ട് ഇവൻ വേറെ രീതിയിലേക്ക് അക്രമഭക്തനാവുന്ന ഒരു രീതിയാണ്. അപ്പൊ എന്ന് വെച്ചാല് ആൾക്കാർ പറഞ്ഞത് ഇത് ഓടിച്ചെന്ന് കഴിയുമ്പോ ഇപ്പൊ പലരുടെയും ചെറിയ ചെറിയ വീടുകളുണ്ടല്ലോ, ഇത് പാനിക്കായിട്ട് ആ വീടിന്റെ അതിലൂടെ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞാണെന്ന് പറഞ്ഞു ആ ഏരിയയിലേക്ക് പോയപ്പോഴത്തേക്ക് അവരുടെ വീടിനെ തട്ടിയിട്ടിട്ടു. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. GTV ന്യൂസ് പിണ്ടിമന.